എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ 7ാമത്തെ അധ്യായമായ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രധാനമായിട്ടും 7 പേരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയൺ റോബിൻസ്, പോൾ എ സാമുവൽസൺ, ചാണക്യൻ, ദാദാഭായ് നവറോജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ അവശേഷിക്കുന്ന 2 ചിന്തകന്മാരെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെയും അമർത്യാസെൻ്റെയും സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധി വെറും ഒരു രാഷ്ട്രപിതാവ് മാത്രമായിരുന്നില്ല, കൂടാതെ ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. സാമ്പത്തിക മേഖലയെക്കുറിച്ചെല്ലാം അറിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, മറിച്ച് 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സമ്പത്ത് ഒരാൾ മാത്രം കൈവശം വെച്ചാൽ പോരാ, മറിച്ച് അത് എല്ലാവർക്കും കൂടി ഉതകുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം എല്ലാവർക്കും ഏതാനും ആൾക്കാരുടെ പേരിൽ മാത്രം കേന്ദ്രീകരിക്കലല്ല, മറിച്ച് അത് എല്ലാവർക്കും, പാവങ്ങൾക്കും എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഇതിനെക്കുറിച്ച് സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഹിന്ദ് സ്വരാജ്. 1909 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലും പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഇന്ത്യക്ക് സമ്പത്ത് ഒരാൾ മാത്രം കൈവശം വെച്ചാൽ പോരാ, മറിച്ച് മറ്റ് എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ആവണം എന്നാണ് അദ്ദേഹം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുന്നതായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉണ്ടായിരുന്നത്. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. മഹാത്മാഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ലക്ഷ്യമിട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതി ഹിന്ദ് സ്വരാജ് 1909 അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു എന്നാണ് ഗാന്ധിജി പറയുന്നത്.
ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മുതലാളിമാർ പണം കൈവശം വയ്ക്കാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് വിതരണം ചെയ്യണമെന്നാണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, മുതലാളികൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഉൽപ്പാദനം നടത്തേണ്ടത്. അത് സമൂഹത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മുതലാളിമാരൊക്കെ തൻ്റെ പണം കൈവശം വയ്ക്കാതെ അത് മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വിതരണം ചെയ്യണമെന്നാണ് ഇതിൽ ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ചാവരുത്, മറിച്ച് അത് സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഈ ട്രസ്റ്റിഷിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയെല്ലാം സൂക്ഷിക്കുന്ന ഒരാൾ മാത്രമായിരിക്കണം മുതലാളി എന്നാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങൾ ഇല്ലാതെ വേറൊരു അനന്തരാവകാശികളില്ല എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത്. ആ മുതലാളിമാരുടെ പണത്തിനെല്ലാം അവകാശമുള്ളത് പൊതുജനങ്ങൾക്കാണ്, അല്ലാതെ അതിന് മറ്റൊരു അനന്തരാവകാശികളില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുക. നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം വേതനം നിശ്ചയിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത്, ഉൽപ്പാദനത്തിന് സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മുതലാളിമാർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഉൽപ്പാദനം നടത്തേണ്ടത്, മറിച്ച് സമൂഹത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ആണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്നും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ: 1. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കണം എന്നതുമാണ് മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഒന്ന് പറയുന്നത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക. 2. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക. 3. സമത്വമാണ്. ഒരിക്കലും അവിടെ അസമത്വം ഉണ്ടാവാതെ സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ സാമ്പത്തികാശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട മറ്റ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമനാരായണൻ, അതുപോലെ തന്നെ ധരംപാൽ. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട മറ്റ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായണൻ, ധരംപാൽ എന്നിവർ. അടുത്തത്, ചെറുകിട വ്യവസായങ്ങൾക്കും കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ജെ.സി. കുമരപ്പ
അതുപോലെ ശ്രീമൻ നാരായണൻ, ധരംപാൽ എന്നിവരൊക്കെ പ്രധാനമായിട്ടും സ്വീകരിച്ച ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടതും അതുപോലെ തന്നെ നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ഗാന്ധിജീനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തിരുന്നത്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുക എന്നതായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞത് ഗാന്ധിജിയുടെ മഹത്തായ ആശയം ട്രസ്റ്റിഷിപ്പ് എന്ന സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. ഈ ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. മുതലാളിമാർ പണം കൈവശം വയ്ക്കാതെ അത് ജനങ്ങൾക്ക് ആവശ്യമായത് വിതരണം ചെയ്യണമെന്നാണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുതലാളികൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഉൽപ്പാദനം നടത്തേണ്ടത്, മറിച്ച് സമൂഹത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് ഈ ട്രസ്റ്റിഷിപ്പിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞത്. അടുത്ത നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പറഞ്ഞത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട മറ്റു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായണൻ, ധരംപാൽ എന്നിവർ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് അമർത്യാസൻ. അമർത്യാസൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് 1998 നോബൽ സമ്മാനം ലഭിച്ചു. അതുപോലെ തന്നെ മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിന് അപാകത അമർത്യാസൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം പറഞ്ഞു കഴിഞ്ഞത് 1998 നോബൽ സമ്മാനം ലഭിച്ചു. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത അമർത്യാസൻ ചൂണ്ടിക്കാട്ടി. ലാസ്റ്റ് പറഞ്ഞത് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് അദ്ദേഹം പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ, ആധുനിക ലോകത്ത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്. രണ്ടാമത്തത്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അടുത്തത്, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിച്ച പ്രശസ്ത വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇവരെ പോലെ സാമ്പത്തിക ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ മറ്റു വ്യക്തികളെ കണ്ടെത്തി ഒരു പതിപ്പ് തയ്യാറാക്കുക. ഈ ഒരു 3 പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യനാണിത്. ഇത് 3 നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ പറഞ്ഞത് മഹാത്മാഗാന്ധിജിയുടെയും അതുപോലെ തന്നെ അമർത്യാസൻ്റെയും സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്.
ഇതോടുകൂടി 7ാമത്തെ അധ്യായം കഴിയുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഈ 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരായ ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയൺ റോബിൻസ്, സാമുവൽസൺ ഇവരാണ് പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാർ. ഇന്ത്യൻ സാമ്പത്തിക ചിന്തകന്മാരാണ് ചാണക്യൻ, ദാദാഭായ് നവരോജി, ഗാന്ധിജി, അമർത്യ സെൻ, രമേശ് ചന്ദ്രദത്ത് എന്നിവർ. അപ്പം നിങ്ങൾക്ക് ഈ 7ാമത്തെ അധ്യായം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തന്നിരിക്കുന്ന വർക്കുകൾ എല്ലാവരും എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.